കേരളത്തിന്റെ കണ്ണീരോർമ്മയായി കുവൈറ്റിൽ മരിച്ച മലയാളികൾ. പ്രത്യേക വിമാനത്തിൽ കൊച്ചിയിലെത്തിച്ച 23 മലയാളികളിൽ 21 പേരുടെയും മൃതദേഹങ്ങൾ ജന്മനാട്ടിൽ എത്തിച്ചു. കാസർഗോഡ് സ്വദേശികളായ 2 പേരുടെ മൃതദേഹം രാത്രിയോടെ വീടുകളിൽ എത്തിക്കും. 6 പേരുടെ മൃതദേഹങ്ങൾ സംസ്കരിച്ചു. കടവൂർ സ്വദേശി സുമേഷ്, തൃശൂർ സ്വദേശി ബിനോയ് തോമസ്, കൊല്ലം വയ്യാങ്കര സ്വദേശി ഷമീർ, പത്തനംതിട്ട വാഴമുട്ടം സ്വദേശി PV മുരളീധരൻ, മലപ്പുറം സ്വദേശികളായ നൂഹ്, MP ബാഹുലയൻ എന്നിവരുടെ മൃതദേഹങ്ങളാണ് സംസ്കരിച്ചത്. വർക്കല സ്വദേശി ശ്രീജേഷിന്റെയും നെടുമങ്ങാട് കുര്യാത്തി സ്വദേശി അരുൺ ബാബുവിന്റെയും മൃതദേഹങ്ങൾ രാത്രിയാണ് സംസ്കരിക്കുക. വിവരങ്ങളുമായി TV പ്രസാദ്, ഒപ്പം സാനിയോ മനോമി എന്നിവരാണ് ചേരുന്നത്. ആദ്യം പ്രസാദിലേക്കാണ്. പ്രസാദ്, ശ്രീജേഷിന്റെ ചേതനയേറ്റ മൃതദേഹം ആ വീട്ടിലേക്ക് എത്തിച്ചപ്പോൾ വൈകാരികമായ രംഗങ്ങൾക്കാണ് സാക്ഷ്യം വഹിച്ചത്. അമ്മയുടെ മൃതദേഹം, അമ്മയുടെ ചേതനയേറ്റ അദ്ദേഹം കിടന്നിരുന്ന ആ സ്ഥലത്തിന് സമീപത്ത് ഒരു വീട് വെച്ച് താമസിക്കണമെന്നായിരുന്നു ശ്രീജേഷിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ആഗ്രഹം. അത് പൂർത്തിയാക്കാനാകാതെ ഇപ്പോൾ ശ്രീജേഷ് മടങ്ങുകയാണ്. വൈകിട്ട് 4:00 ബിനിൽ ശ്രീജേഷിൻ്റെ മൃതദേഹം സഹോദരിയുടെ വീട്ടിലേക്ക് എത്തിയത്. സഹോദരിയുടെ വീട്ടിൽ നിന്നാണ് ശ്രീജേഷ് ജൂൺ 5 വൈകിട്ട് കുവൈത്തിലേക്ക് പുറപ്പെട്ടത്. അതുകൊണ്ടാണ് അവിടേക്കാണ് വരുന്നതും പോകുന്നതുമെല്ലാം. ശ്രീജേഷ് 5-ാം തീയതി വൈകിട്ട് പോയി, പിന്നീട് 6-ാം തീയതി പുലർച്ചെക്കാണ് നെടുമ്പാശ്ശേരിയിൽ നിന്ന് കുവൈത്തിലേക്ക് പോവുകയും ചെയ്തത്. ഈ ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ആളുകൾ കൂടി നിന്ന സ്ഥലം എന്നുള്ളത് ശ്രീജേഷ് വീട് വയ്ക്കാൻ വേണ്ടി തയ്യാറാക്കിയ തറയായിരുന്നു. ഈ തറയ്ക്ക് മുകളിലാണ് ഇന്നിപ്പോൾ ആൾ നിൽക്കുന്നത്. ശ്രീജേഷിൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്ത് ചേരുകയാണ്. എന്താ താങ്കളുടെ പേര്? പ്രവീൺ. ചെറുപ്പത്തിലേ ഉള്ള സുഹൃത്തായിരുന്നു? ചെറുതിലോട്ടെ ഞങ്ങൾ ഒരുമിച്ച് കളിച്ചിരിച്ച് ഒരുമിച്ചായിരുന്നു. എൻ്റെ വീട്ടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു എൻ്റെ വീടും. കൊച്ചിലോട്ടെ ഒരുമിച്ച് തന്നെയാണ്. ഗൾഫിൽ പോണതിന് 2 ദിവസം മുമ്പ് കണ്ട് കൂടിയതിന് ശേഷമാണ് അവൻ പോയത്. ഈ സംഭവം നേരത്തെ എങ്ങനെയൊക്കെ ആയിരുന്നു പഠിച്ചതും ജോലി ചെയ്തതൊക്കെ ഒന്ന് ഓർമ്മിക്കാവും? അവൻ എടവ സ്കൂളിലായിരുന്നു പഠിച്ചത്. IT പഠിച്ചിരുന്നു. ഞങ്ങൾ ഒരുമിച്ചല്ലായിരുന്നു. ഞാൻ അവൻ്റെ ജൂനിയർ ആയിരുന്നു. അവൻ ഗൾഫിൽ പോയി ദുബൈയിലായിരുന്നു 5-6 കൊല്ലം. ദുബൈയിൽ എനിക്ക് തോന്നുന്നു 5-6 കൊല്ലം ഉണ്ടായെന്ന് തോന്നുന്നു. അതിന് ശേഷം വന്നതിന് ശേഷമാണ് പിന്നെ സൗദിയിൽ പോയത്. പിന്നെ ആരോഗ്യപരമായിട്ട് കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. നടുവേദന ഉണ്ടായിരുന്നു. അങ്ങനെ അതൊക്കെ കൊണ്ടാണ് പിന്നെ തിരിച്ചു വന്നത്. പിന്നെ ഏറ്റവും അവസാനമാണ് ഇപ്പോൾ ഇവിടെ റെഡിയായി വന്നിട്ട് കുറച്ച് നാൾ ഇവിടെ ഉണ്ടായിരുന്നു. നാട്ടിൽ ഉണ്ടായിരുന്നു. ഒരു 4-5 മാസത്തോളം നാട്ടിൽ ഉണ്ടായിരുന്നു. അതിന് ശേഷമാണ് ഇപ്പോൾ റെഡിയായിട്ട് പോകുന്നത്. ഈ വീടൊക്കെ വെക്കാൻ വേണ്ടി തറ കെട്ടിയതൊക്കെ 2-3 വർഷം കഴിഞ്ഞു തോന്നുന്നു. ഇപ്പം തറ കെട്ടിയിട്ട് എനിക്ക് 3 വർഷത്തിൽ പുറത്താവാൻ തോന്നുന്നു. തറ കെട്ടി വീട് വെക്കണമെന്ന് തന്നെയായിരുന്നു ആഗ്രഹം. പക്ഷേ ഒരു സാമ്പത്തികമായിട്ടുള്ള പ്രശ്നം കൊണ്ട് ഇങ്ങനെ കിടക്കുകയാണ്. അവിടെ പോയി എല്ലാം രക്ഷപ്പെടുമെന്ന് വിചാരിച്ചാണ്. പക്ഷേ ഇങ്ങനെ 5-ാം തീയതി വൈകിട്ടാണ് ഇവിടുന്ന് പോകുന്നത് അല്ലേ? അതെ. ഇലക്ഷൻ റിസൾട്ട് ഒരാഴ്ച കഴിയുമ്പോൾ. അതെ. പക്ഷേ ഈ സംഭവം ഉണ്ടായത് 2 ദിവസം മുമ്പ് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു. എന്താ പറഞ്ഞിരുന്നപ്പോൾ? എന്തായാലും പോയിട്ടെന്ന് ചോദിച്ചാൽ പറഞ്ഞു ഡ്യൂട്ടി കയറി, കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ്. പിന്നെ ശരി, വേറൊന്നുമില്ല, പിന്നെ അയക്കാമെന്ന് പറഞ്ഞു പോയി. പിന്നെ ഈ സംഭവം നടന്നതിൻ്റെ അന്ന് ഞാൻ അറിഞ്ഞില്ല. രാവിലെ ഗുഡ് മോർണിംഗ് ഒക്കെ അയച്ചായിരുന്നു അവന്. പക്ഷേ തിരിച്ച് റിപ്ലൈ ഒന്നും വന്നില്ല. ഈ ശ്രീജേഷിൻ്റെ ജീവിതത്തിൽ ഒരുപാട് ദുരന്തം ഉണ്ടായിരുന്നു. എന്താ പറഞ്ഞത്? പ്രവീൺ അല്ലേ? ഒരുപാട് ദുരന്തം. അമ്മ നേരത്തെ മരിച്ചു. അച്ഛനെ കുറച്ച്. അമ്മ എത്ര വർഷമായിട്ടുണ്ട് ഏകദേശം? അമ്മ മരിച്ചിട്ട് ഇപ്പോൾ ഒരു അധിക വർഷമായി, 8 കൊല്ലം തോന്നുന്നു. ഒരുപാട് പ്രതീക്ഷയിലായിരുന്നു അല്ലേ? അതെ. പിന്നെ അച്ഛൻ അത്ര ചെറിയ ഉള്ള ആളാണ്. ബിന്നിലെ കേട്ടല്ലോ അല്ലേ? അതായത് ശ്രീജേഷിൻ്റെ ഏറ്റവും അടുത്ത ഒരു സുഹൃത്താണ് പ്രവീൺ എന്നാണ് പേര്. ഒരുപാട് പ്രതീക്ഷ ഉണ്ടായിരുന്നു എന്നാണ് പറയുന്നത്. ഈ കുവൈത്തിലേക്കുള്ള യാത്ര കഴിഞ്ഞ് വരുമ്പോഴെങ്കിലും നമ്മൾ ഈ പിറകിൽ കാണുന്ന പ്രതീക്ഷ, ഒരാഗ്രഹം നിറവേറ്റാൻ കഴിയും. വ്യക്തമാണ് പ്രസാദ്. പലവിധ കാരണങ്ങൾ കൊണ്ട് ഇടയ്ക്കിടെ നാട്ടിൽ വരേണ്ടി വന്നതുകൊണ്ടാണ് ശ്രീജേഷിനെ ആ വീട് പൂർത്തിയാക്കാനാകാതിരുന്നത്. അപ്പോൾ ആ തറയിലേക്കാണ് അവസാനമായി ശ്രീജേഷിന്റെ ചേതനയേറ്റ മൃതദേഹം എത്തിച്ചേരുന്നത്.